അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഹായ്, ഹലോ കൂട്ടുകാരെ. ഞാനിന്ന് എവിടേക്കാണ് പോകണമെന്ന് അറിയാമോ? കുറേ നാളുകൊണ്ടേ ഞാൻ പറയാറുണ്ടായിരുന്നു എനിക്കെൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോകണം, കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന്. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ പോവുകയാണ്. എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ അമ്മയുടെ കുടുംബക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് എൻ്റെയും കുടുംബക്ഷേത്രം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കൊല്ലമാണ്, കൊട്ടിയമാണ്. അവിടെ മൈലക്കാട് എന്ന് പറയുന്ന ക്ഷേത്രമാണ് കേട്ടോ. ഭഗവതി ക്ഷേത്രമാണ്. രാവിലെ സരസ്വതിയായിട്ടും ഉച്ചയ്ക്ക് ലക്ഷ്മിയായിട്ടും പിന്നെ വൈകുന്നേരം ഭദ്രദേവിയായിട്ടുമാണ് ഇരിക്കുന്നത്. അങ്ങനെ അവിടെ ലക്ഷ്മി സാന്നിധ്യമാണ്, കൂടുതൽ ലക്ഷ്മി ദേവിയാണ്. കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ആദ്യമേ തന്നെ ലക്ഷ്മി ദേവിയുടെ ഇതാണ് കാണിക്കുന്നത്. അമ്മേ നാരായണ, ലക്ഷ്മി നാരായണ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അകത്ത് ലക്ഷ്മി ദേവിയുടെ തന്നെ ഒരു ഇതുണ്ട്, വിഗ്രഹം അവിടെ ഉണ്ട്. അപ്പോൾ ലക്ഷ്മി ഭാവമാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെയാണ് അമ്മയുടെ കുടുംബം. പിന്നെ അമ്മയുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനമാണ്, സന്തോഷമാണ് അമ്മയുടെ മുമ്പിലെത്തുമ്പോൾ. എത്രയൊക്കെ ആയാലും നമ്മുടെ കുടുംബദേവിയെ പോലെ നമുക്ക് ആ ഒരു ഇത് വേറെ എവിടെ പോയാലും കിട്ടില്ലല്ലേ, അത്രയ്ക്ക് ഇതാണ്. പിന്നെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മയുടെ അതായത് അമ്മാമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങന്നൂർ ദേശമാണ്. അപ്പോൾ ചെങ്ങന്നൂർ ദേശത്തിൽ അമ്മമ്മയുടെ ഒറിജിനൽ ഇതെന്ന് പറയുന്നത് ബ്രാഹ്മിൻസ് ആയിരുന്നു. ഞങ്ങൾ ബ്രാഹ്മിൻസ് ആയിരുന്നു യഥാർത്ഥത്തിൽ. പിന്നീട് ഈ ബ്രാഹ്മിൻസ് കുടുംബത്തിൽ നിന്ന് എല്ലാവരും സ്പ്ലിറ്റായി വേറെ കാസ്റ്റിലൊക്കെ വിവാഹം കഴിച്ചു. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക, ഈഴവ കാസ്റ്റ് അങ്ങനെ മാറിയത്. പക്ഷേ ഞങ്ങളുടെ യഥാർത്ഥ ഇതെന്ന് പറയുന്നത് ബ്രാഹ്മിൻസാണ്. അപ്പോൾ ഈ കുടുംബപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും ഈ കുടുംബപരമായിട്ടുള്ള എല്ലാവരുടെയും ആ ഒരു ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൻസിൻ്റെ ഇതിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളത്രയും എന്താ പറയുക, നല്ലൊരു കുടുംബമാണ് നിങ്ങളുടേത്, അത് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അത്രയും ഭംഗിയുള്ള ക്ഷേത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരാൻ കഴിയുന്നവരെല്ലാം വരിക കേട്ടോ അമ്മയുടെ അടുത്ത്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഭാഗ്യാത ലക്ഷ്മി ബാരമ്മ മമ്മമ്മനെ സൗഭാഗ്യാത ലക്ഷ്മി ബാരമ്മ അമ്മമ്മനെ സൗഭാഗ്യാത ലക്ഷ്മി ബാരമ്മ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ശിവലിംഗം ഉണ്ട്. അത് എന്താ പറയുക, ബ്രഹ്മരക്ഷസല്ല, വേറെ എന്തോ ഒരു ഇതാണ്. അത് ഞാൻ കറക്റ്റായിട്ട് കണ്ടിട്ടില്ല. അത് അവിടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. അങ്ങനെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്ന ഇതുണ്ട്. ശിവഭഗവാന്റെ തന്നെ ഒരു ഇതുണ്ട്, വേറെ ഒരു ഇതുണ്ട്. അത് ബ്രഹ്മരക്ഷസാണെന്ന് അങ്ങനെയാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴോട്ട് വരുമ്പോഴേക്കും ഈ കാവിലേക്ക്, നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ കുടുംബനാഗങ്ങളിരിക്കുന്ന ആ കാവാണ്. അത് ഇങ്ങനെ നടന്ന് വരുമ്പോഴേക്കും അവിടെ നമുക്കൊരു എന്താ പറയുക, അവിടെ ഒരു പ്ലാവുണ്ട്, ഞാൻ കണ്ടു കേട്ടോ പെട്ടെന്ന്. അപ്പോൾ പ്ലാവിൽ നിറച്ച് ചക്ക വിളഞ്ഞ് കിടപ്പുണ്ട്. കാരണം ഇനി മുന്നേ വന്ന സമയത്ത് ചക്കയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ അവിടെ ഇങ്ങനെ ചക്കയൊക്കെ വിളഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയും. കാവെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് കേട്ടോ. കാവ് അത്രയും എന്താ പറയുക, മനോഹാരിതയുള്ള ഒരു കാവാണ്. നിറച്ച് വൃക്ഷലതാദികളൊക്കെ നിറഞ്ഞിട്ടുള്ള അത്രയും മനോഹരമായിട്ടുള്ളൊരു കാവാണ് കേട്ടോ. അങ്ങനെ കാവിൻ്റെ സർപ്പദൈവങ്ങളുടെ ഇതൊക്കെ ഉണ്ട്. സർപ്പദൈവങ്ങൾ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അനന്തനാഗമാണല്ലോ, അനന്തൻ്റെ ഇതാണല്ലോ, സന്തത സഹചാരികളാണല്ലോ സർപ്പദൈവങ്ങൾ. അപ്പോൾ സർപ്പദൈവങ്ങളെയും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ദേവിയെയും പ്രാർത്ഥിച്ചു. ആദ്യമേ ദേവിയെടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ഈ എന്താ പറയുക, യാത്ര ചെയ്തിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ പോവുക. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് എൻ്റെ ലക്ഷ്മി ദേവിയുടെ, എൻ്റെ അമ്മയടുത്ത്, അമ്മയുണ്ട്, ദേവിയുണ്ട്, ലക്ഷ്മിയുണ്ട്, അങ്ങനെ ഇരിക്കുന്ന ആ സ്വരൂപം അവിടേക്ക് പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോകണം. നമ്മൾ മറ്റെവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഇതല്ല, നമുക്ക് കുടുംബക്ഷേത്രത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക്
അത്രയ്ക്ക് ഇഷ്ടമാണ് നമുക്ക് കുടുംബക്ഷേത്രം. അതായത് നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ചെല്ലേണ്ട സ്ഥലവും നമ്മുടെ കുടുംബക്ഷേത്രം തന്നെയാണ് അല്ലേ. കുടുംബക്ഷേത്രം കഴിഞ്ഞിട്ടേ നമുക്ക് ആ കുടുംബക്ഷേത്രത്തിലുള്ള ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പറയുന്നത്, കുടുംബക്ഷേത്രത്തിൽ നമ്മൾ ആദ്യം പോവുക, കുടുംബക്ഷേത്ര ദർശനം നടത്തുക, കുടുംബദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കുക, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, കുടുംബത്തിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം കുടുംബദേവിയോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കുടുംബക്ഷേത്രത്തിൽ പോവുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കുടുംബക്ഷേത്രം ആദ്യമേ അമ്മയുടെ അടുത്ത് ആദ്യത്തെ നമ്മുടെ കുടുംബദേവിയോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. അതിലൂടെയാണ് നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഇപ്പം അമ്മയുടെ കുടുംബമാണ്, അപ്പം അമ്മയും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് അമ്മ വരൊക്കെ മുടക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മയോട് എപ്പോഴും പറയാറുള്ള കാര്യമാണ്, അമ്മ വേറെ എവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടും എങ്ങനെയാണെങ്കിലും ആദ്യമേ അമ്മയുടെ കുടുംബത്തിൽ വന്നിട്ട് അമ്മ പ്രാർത്ഥിക്കുക. അമ്മയുടെ കുടുംബത്തിൽ വന്ന് അമ്മ കരഞ്ഞ് അമ്മയുടെ ദുഃഖങ്ങൾ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോട്. കാരണം അവസാനം നമുക്ക് ചിലപ്പോൾ വേറെ ആരും ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബദേവിയെ കാണത്തുള്ളൂ കൂടെ. അത് നമുക്ക് പരമമായിട്ടുള്ള സത്യമാണ്. അത് നമുക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. അത് എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ്. എൻ്റെ അനുഭവത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ വിവാഹം പോലും അങ്ങനെ കുറേ തടസ്സമായിരുന്ന സമയത്ത് പോലും ഞാൻ വന്ന് കുടുംബക്ഷേത്രത്തിൽ അവസാനം കുടുംബദേവിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്കത് നടന്നു കിട്ടിയത്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നടന്നില്ല എന്നുള്ളതല്ല, മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. മണികെട്ടുന്ന അമ്പലമുണ്ട് ചവറ, അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ക്ഷേത്രങ്ങളിൽ ദുർഗാദേവി ക്ഷേത്രമുണ്ട്, ഒരു വനദുർഗാദേവി ക്ഷേത്രമുണ്ട്, അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പുറ്റിങ്ങലും മുള്ളൊഴുക അവിടെയൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് അവസാനം നമ്മുടെ കുടുംബദേവിയുടെ അടുത്ത് വന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും സാധിച്ചത്. അപ്പം അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, നമ്മൾ വേറെ ക്ഷേത്രങ്ങളിൽ എല്ലായിടത്തും പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിലും പോവുക എന്നുള്ളതാണ്. കുടുംബം എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവില്ലെന്നാണ്. അമ്മയോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അമ്മ കുടുംബക്ഷേത്രത്തിൽ എപ്പോഴും പോകണം, നമുക്ക് എപ്പോഴൊക്കെ പോകാൻ കഴിയുമോ, വഴിപാടുകൾ ചെയ്യാൻ കഴിയുമോ നമ്മളതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് എവിടെ എന്താണ് ഏതാണ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരേ ഒരു അമ്മ അല്ലെങ്കിൽ ഒരേ ഒരു ദേവി എന്ന് പറയുന്നത് കുടുംബദേവി തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും അമ്മയുടെ കുടുംബ വഴിയാണ് നമുക്ക് ഉള്ളത്. അച്ഛൻ്റെ കുടുംബം ഉണ്ട്, അതുപോലെ തന്നെ അമ്മയുടെ കുടുംബത്തിനും അത്രയും പ്രാധാന്യമുണ്ട്. അച്ഛൻ്റെ കുടുംബത്തെക്കാട്ടിലും പ്രാധാന്യമാണ് അമ്മയുടെ കുടുംബം, എന്നാലും അച്ഛൻ്റെ കുടുംബത്തിനും പ്രാധാന്യമാണ്. അപ്പോൾ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഇനി ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അമ്മയുടെ കുടുംബക്ഷേത്രമാണ്. അമ്മയുടെ കുടുംബക്ഷേത്രം എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ കുടുംബക്ഷേത്രമായിട്ട് വരുന്നത്. എൻ്റെ മോൻ്റെ കുടുംബക്ഷേത്രമായിട്ട് വരുന്നതും ഇത് തന്നെയാണ്, അമ്മയുടെ കുടുംബം തന്നെ ആയിരിക്കും. അപ്പോൾ അമ്മ വഴിയുള്ള കുടുംബമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും എന്താ പറയുക, എനിക്ക് ഇവിടെ വന്നതിൽ തന്നെ എനിക്ക് ഏറ്റവും സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. മനസ്സിന് എന്താ പറയുക, നമുക്ക് അത്രയും സമാധാനമാണ്. ഇവിടെ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യഭാവത്തിലാണ് ഇരിക്കുന്നത്. ഐശ്വര്യഭാവത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ശ്രീലക്ഷ്മി ഭാവത്തിലാണ് ഇരിക്കുന്നത് അമ്മ. അമ്മയെന്ന് പറഞ്ഞാൽ അത്രയും കാരുണ്യം ചൊരിയുന്ന അമ്മയാണ്, അത്രയും കാരുണ്യവാരിധിയാണ് അമ്മ. അമ്മ നമ്മുടെ ദുഃഖങ്ങളൊന്നും കാണാതെയും കേൾക്കാതെ ഇരിക്കില്ല. അമ്മ എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. അമ്മ നമ്മുടെ കൂടെ ഉറപ്പായിട്ടും കാണും. അമ്മ ദേവി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഓം